ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ എനർജിയും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ പോകുന്ന ഭാഗ്യങ്ങളും. ഓക്കെ, 48 മണിക്കൂറിൽ നിങ്ങൾക്കുണ്ടാകുന്ന നിങ്ങളുടെ എനർജിയും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഭാഗ്യങ്ങളും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. സപ്പോസ് ഇനി റെസനേറ്റ് ആകുന്നില്ല, റീഡിംഗ് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, 48 മണിക്കൂറിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നിങ്ങളുടെ എനർജി. ജസ്റ്റിസ് വന്നിട്ടുണ്ട്, ത്രീ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്, മാജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്, ഫോർ ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, സിക്സ് ഓഫ് പെൻഡക്കിൾ, സെവൻ ഓഫ് കപ്സ്, ടെൻ ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. ഓക്കെ, ഏസ് ഓഫ് വാൻസ്. ഓക്കെ, നിങ്ങളുടെ എനർജി ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ, ഈ വീഡിയോ കാണുന്നവര്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ഒരുപാട് എന്താ പറയാ ഹൃദയവേദനയും അതുപോലെ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ അനുഭവിക്കുന്നവരായിരിക്കാം നിങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഏതൊരു കാര്യത്തിലും, അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാതെ എന്താണ് തീരുമാനിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെയുള്ള ഒരു തീരുമാനം അറിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ, റിലേഷൻഷിപ്പിലൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും റിലീജിയന്റെ ബേസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഒരു നല്ലതല്ല എന്നുള്ള ഒരു അഭിപ്രായ വ്യത്യാസം നിങ്ങളുടെ ഇടയിൽ മറ്റുള്ളവർ കൊണ്ടുവരുന്നുണ്ടാകാം. ഇത് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഹൃദയവേദന അനുഭവിച്ചവരുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരുടെ എനർജി ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ 48 മണിക്കൂറിൽ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി മാറുന്നതാണ്. ഈ നെഗറ്റീവ് ആയിട്ടിരിക്കുന്ന ഈ ഒരു എനർജി മാറിയിട്ട് നിങ്ങളൊരു പോസിറ്റീവ് വൈബിലേക്ക് വരുന്നതാണ്. കാര്യം, നിങ്ങൾക്കിവിടെ ജസ്റ്റിസ് കിട്ടാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് നീതി കിട്ടാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾ ഈ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഈ ഒരു ജസ്റ്റിസ് കാർഡും ദ ഡെവിൾ കാർഡും വന്നിരിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് നീതി കിട്ടാതിരുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പില്, ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പിൽ കുടുങ്ങിപ്പോയതായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് സിറ്റുവേഷൻ, നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. ഓക്കെ, അതിൽ നിന്നൊക്കെ നിങ്ങൾ റിമൂവ് ആയിട്ട് വരാൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ജസ്റ്റിസ് കിട്ടുകയാണ്. ഓക്കെ, നിങ്ങൾക്കുള്ള ഒരു മറുപടി എന്താണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ മാറി കിട്ടുന്നതാണ്. ആൻഡ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പിൽ കുടുങ്ങി നിൽക്കുന്നവർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടെങ്കിൽ അവരൊക്കെ റിമൂവ് ആയിട്ട് പോകുന്നതാണ് ഈ 48 മണിക്കൂറിൽ. ഓക്കെ, ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്.
നിങ്ങളുടെ എനർജി എങ്ങനത്തെ എനർജിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനത്തെ ആളുകളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് എഫേർട്ട് എടുക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. അതായത് നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എന്ത് ആഗ്രഹിക്കുകയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ അട്രാക്ട് ആയിട്ട് വരുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ. നിങ്ങൾക്കറിയാം എങ്ങനെ പുറത്ത് വരണം എന്നുള്ളത്, നിങ്ങൾക്കറിയാം എന്ത് ചോയ്സ് ആണ് എടുക്കേണ്ടത്. അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണെങ്കിലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളെ കണ്ണ് കെട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം ഓവർ തിങ്ക് ചെയ്ത് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾ തന്നെ കൊണ്ടുവരും. സോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കൊരു മജീഷ്യന്റെ പവർ ഉണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഹൃദയവേദന ആയിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ എന്താണോ പെയിൻ ചെയ്യുന്നത്, മറ്റുള്ളവരായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ജോബ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൂടെ ജോബ് ചെയ്യുന്ന ആളുകൾ നിങ്ങളെ മാറ്റി നിർത്തുന്നതായിരിക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് മാറാൻ പോവുകയാണ്. നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാറി കിട്ടുന്നതാണ്. അതിൽ നിങ്ങൾക്കെതിരെയുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഓക്കെ, നൈറ്റ് ഓഫ് വൺസ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ഡബിൾ കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. ആൻഡ് 8 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. ഓക്കെ, എംപ്രസ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ഡെവിൾ കാർഡ് റിവേഴ്സ്ഡ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ എനർജി നോക്കിയപ്പോൾ ഡെവിൾ കാർഡ് വന്നിട്ടുള്ളത് അപ്രൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ എനർജി, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ എനർജി വളരെ സ്റ്റക്ക് ആയിട്ടുള്ള, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള, ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഇത് സഡൻലി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ആകുന്നതാണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ തന്നെ സ്വന്തം ചിന്തിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം മോട്ടിവേറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ മാറ്റുന്നതായിരിക്കാം. നിങ്ങളുടെ എനർജിയെ നിങ്ങൾ സഡൻ ആയിട്ട് ക്വിക്കായിട്ട് നിങ്ങൾ ചേഞ്ച് ആയി വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്കൊരു റീബേർത്ത് ആണ്. ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു റീബേർത്ത് സംഭവിക്കുകയാണ്. ഓക്കെ, പോസിറ്റീവായിട്ട് മാറും നിങ്ങൾ. ഏസ് ഓഫ് പെന്റക്കിൾ വന്നിട്ടുണ്ട്. ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് എല്ലാ അബണ്ടൻസും തരാൻ പോകുകയാണ് യൂണിവേഴ്സ്. നിങ്ങളുടെ എനർജി ചേഞ്ച് ആയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അബണ്ടൻസും തരാൻ പോകുകയാണ്. നിങ്ങൾ കുടുങ്ങിക്കിടന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ചീറ്റ് ചെയ്തിട്ട് നിർത്തിയ റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം. അങ്ങനത്തെ റിലേഷനിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തിറങ്ങാനോ മൂവ് ഓൺ ചെയ്യാനോ ഒന്ന് ലെറ്റ് ഗോ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അതൊക്കെ ഇവിടെ മാറി വരികയാണ്. 8 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. സഡൻ ആയിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു ചേഞ്ച് വരികയാണ്. ഒരു ഡിലേ സംഭവിക്കാതെ ക്വിക്കായിട്ട് സംഭവിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് എനർജി. ആൻഡ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഈ അബണ്ടൻസ്, നിങ്ങൾക്ക് തരുന്ന ഭാഗ്യങ്ങൾ, മേ ബി ഇത് നിങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒരു ഓഫറിന് വേണ്ടിയിട്ടൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തുമാകാം, റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും, ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ എന്താണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. എന്താണോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അത് സഡൻ ആയിട്ട് ക്വിക്കായിട്ട് നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുകയാണ്. ഓക്കെ, ഇവിടെ മജീഷ്യൻ കാർഡ് വന്നുകൊണ്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ 48 മണിക്കൂറിൽ മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുക. കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി നിങ്ങൾക്ക് വരുന്ന ഒരു ടൈമാണ് ഈ 48 മണിക്കൂറിൽ. ഓക്കെ, നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ആയി വരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കാര്യത്തിലായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാൻ പോവാണ്. നിങ്ങളുടെ പെയിനിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുകയാണ്. ഓക്കെ, ഏസ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെന്റക്കിളും വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാ തരത്തിലും ഒന്ന് സ്റ്റേബിൾ ആകാൻ പോവാണ്. എന്താണെങ്കിലും ഫിനാൻഷ്യലി ഒക്കെ ഡൗൺ ആയിരിക്കുന്നവര്, പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒക്കെ ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ
6 ഓഫ് പെന്റക്കിൾ വന്നുകൊണ്ട് ഞാൻ പറയാണ്, വെറുതെ നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം മാറ്റി വെച്ചിട്ട് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻസ് വേറെ ഏതെങ്കിലും ആളുകൾക്ക് ഒരു ഉപകാരവും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിപ്പം നിങ്ങൾ പൈസ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നമുക്ക് കർമ്മ കിട്ടുന്നതാണ്, മണി കർമ്മ കിട്ടുന്നതാണ്, എന്ത് കാര്യത്തിലും നമുക്ക് കർമ്മ കിട്ടുന്നതാണ്. സോ നിങ്ങൾ ഓരോ കാര്യം നമുക്ക് എൻഡായി കിട്ടുമ്പോഴും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ കർമ്മകൾ വരുത്തി വെക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. വെറുതെ അനാവശ്യമായിട്ടൊക്കെ പൈസ ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക. ഓക്കെ, അപ്പം ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.